തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോ ഒരു ഇതോടുകൂടിയായി പിന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറി. നമ്മളെല്ലാവരും തന്നെ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചില ലീഡേഴ്സ് നമ്മളെ ഇതിലേക്ക് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടിയും ചില കാര്യങ്ങൾ നമ്മോട് പറയും എന്നുള്ള തരത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ കുറച്ചും കൂടി ഒരു ചെറിയൊരു തലക്കനം വന്നു എനിക്ക്. കാരണം ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ നിന്നു. ഞാൻ അതുപോലെ തന്നെയാണ് ഇതിലുള്ള എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്ത് അയാളെ എന്തെങ്കിലും ഒരു കുടുക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ള ചിന്തയിലൂടെയായിരുന്നു ആ മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വന്നു കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യത്തിൽ ഞാനത് ആ നിമിഷം ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്. കാരണം ഇവരെന്തോ എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് ഒന്നും വ്യക്തമല്ല. നമുക്ക് കാര്യം ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ. എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിൽ കയറുന്നുണ്ട്. അപ്പൊ അവസാനം ഇത് തീരുന്നത് വരെ ഇവരെവിടെയാണ് നമ്മുടെ മനുഷ്യന്റെ ഈ മനസ്സിനെ മാറ്റിയെടുക്കുക? അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും പുറത്ത് പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ ഇവരെങ്ങനെയാണ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെ ചിന്ത പോവുക. ഇവരെവിടെ വെച്ചാണ് നമ്മളെ ഈ മനസ്സിനെ മാറ്റിയെടുക്കുക? ആ ഒരു ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് കിട്ടിയിട്ട് വേണമല്ലേ ഞാൻ എന്നെ കൊണ്ടുവന്നിരുത്തിയ ആളുകൾ ഈ ഒരു ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാലുവായി അത് കേട്ടു. പക്ഷേ അവസാനം ഇത് പര്യവസാനിച്ചു, മീറ്റിംഗ് അവസാനിച്ചു, എല്ലാവരും കൈയടിച്ചു, എണീറ്റു. അപ്പൊ ഞാൻ എന്നാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്, ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു മനസ്സിനെ സ്വാധീനിക്കുന്ന പോലുള്ളൊരു വാക്കും പറഞ്ഞിട്ടൊന്നും ഇല്ലാലേ. അപ്പോ എനിക്ക് സംശയമായി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഗൗരവത്തിലായി. കാരണം ഇത് നല്ല സംഭവമാണെന്ന് ഇയാളോട് എന്നോട് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ഗൗരവത്തിലാണ് ഇത് കേട്ടത്. കാരണം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞല്ല, ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊന്നും അല്ലാലേ എന്ന് തോന്നുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഒന്നുമില്ല, സാധാരണ നമുക്ക് ഇത് കേട്ട് ചെയ്താൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ചെയ്തു നോക്ക്, നമുക്ക് കുറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം ഉണ്ടല്ലേ എന്നുള്ളത് അതിപ്പോ എനിക്ക് അറിയുന്ന എൻ്റെ ആവശ്യമാണല്ലേ. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ വീട്ടിൽ വന്നു, ഭാര്യയായിട്ട് സംസാരിച്ചു. ഉന്നയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലും ഭാര്യമാരെയാണല്ലോ ഡിപ്പെൻഡ് ചെയ്യുക, ഭാര്യമാരോടാണല്ലോ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം ഭാര്യയോട് സംസാരിച്ചപ്പം ഭാര്യ എന്നോട് പറഞ്ഞു, കുട്ടികളൊക്കെ വലുതായി, ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സോപ്പും പേസ്റ്റിലും വിറ്റിട്ട് എന്താ സംഭവം എന്നെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. സോപ്പും പേസ്റ്റിലും വിറ്റിട്ട് എന്താവാനാന്ന് വിചാരിച്ചു. അപ്പൊ സത്യത്തിൽ ഞാനും അതേപോലെ അത് കേട്ടപ്പോ ഞാനും വിചാരിച്ചു, ഈ സോപ്പും പേസ്റ്റും വിറ്റിട്ട് ഏത് കാലത്താ ദൈവമേ, അതുകൊണ്ട് വെറുതെ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ നിരാശയോട് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു അപ്ലൈ ലീഡർ വന്നു, ഫോളോ അപ്പ് ചെയ്തു. പിറ്റേ ദിവസം അവിടെയാണ് നമ്മൾ ഫോളോ അപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നലെ എനിക്ക് 2-3 അനുഭവം ഉണ്ടായിരുന്നു. 2-3 ആൾക്കാരെ എടുത്ത് ഫോളോ അപ്പിന് പോയ അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നലെ നടന്നതുകൊണ്ട് ഞാനത് പറയുന്നതാണ്. അല്ലാതെ ഫോളോ അപ്പ് ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. എന്നാൽ പറയും ഇതേപോലെയാണ് മീറ്റിംഗ് കഴിഞ്ഞു കുറെ. അപ്പൊ അതിലൊരാൾ പറയുന്നുണ്ട്, എനിക്കിത് ചെയ്യണമെന്നുണ്ടേനു, പിന്നെ വേറെ ആരും ഒന്നും വന്ന് കാണാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ തളർത്തി ഇട്ടു എന്നാ പറയുന്നത്. അത് ഒരിക്കലും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പ്രോഗ്രാം കേൾപ്പിച്ച ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറെടുക്കണം. നമ്മൾ വീണ്ടും പോയി കാണണം, നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ, നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരായിരുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ വരെ ആരായിരുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. പാടെ അങ്ങ് മാറ്റി വെക്കണം. നമ്മൾ പാടെ മാറ്റി വെക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ജോലി ചെയ്യുന്നത് പോലെ ഒരിക്കലും ഇതിനെ കാണരുത്. ഒരു ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ജോലിക്ക് സമയപരിധി ഉണ്ടാവും, കിട്ടുന്ന കൂലിക്ക് പരിധികൾ ഉണ്ടാവും. പക്ഷെ ഇതിന് അങ്ങനല്ല. ഇത് ഒരു ജോലിയല്ല. ഇത് നമ്മൾ ജീവിതമായി നമ്മൾ ഇതിനെ കാണണം. ഒരിക്കലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒഴിവ് കിട്ടുന്ന സമയം ചെയ്യേണ്ട ഒരു മേഖലയായിട്ട് ഇതിനെ കാണരുത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത്
നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ഒരു വളർച്ച നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കുക കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ലീഡേഴ്സും അങ്ങനെ പറയുന്നത്. എന്തെന്നാ, എല്ലാത്തിനും ഒരു പ്രയോറിറ്റി, എല്ലാത്തിനും കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാളും ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു പരിഗണന നമ്മൾ ഈ മേഖലയ്ക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഞാൻ ഈ ബിസിനസ് അവസരം കേട്ടു, ഇത് ചെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ ഞാൻ മറ്റുള്ള എല്ലാ മേഖലകളും മാറ്റി നിർത്തി. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ബിസിനസ് നമ്മളൊരു ജീവിത വ്രതമായി എടുക്കണം പ്രിയ സുഹൃത്തുക്കളെ. ജീവിത വ്രതമായി എടുക്കണം. നമ്മൾ കാണുന്നില്ല, ഇപ്പം റംസാൻ മാസം, പരിശുദ്ധ റംസാൻ മാസം നമ്മൾ ഈ വളരെ ശുദ്ധിയോടുകൂടി, ആ പഞ്ചശുദ്ധി എന്ന് പറയുന്ന പോലെ ശരീരശുദ്ധിയായാലും വസ്ത്രശുദ്ധിയായാലും അതുപോലെ തന്നെ ഭക്ഷണശുദ്ധിയായാലും അങ്ങനെ എല്ലാ ശുദ്ധിയോടും കൂടി നമ്മളൊരു വ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ നമ്മൾ ഈ ബിസിനസ്സിനെ കാണണം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ നല്ല ശുദ്ധിയോടുകൂടി കാണണം. നമ്മൾ പഴയത് എന്തായിരുന്നോ അത് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരാളായി മാറാൻ നമ്മൾ തയ്യാറെടുക്കുക. അതിനൊരു ഉദാഹരണം നമ്മൾ പറയാം. ഇപ്പൊ നമ്മളെ മുമ്പില് ധാരാണി സാറ്, കുറെ ആളുകൾ ഉണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പൊ ധാരാണി സാറ് എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ വേറെ നമ്മള് അമ്പലങ്ങളില് പൂജാരിമാര്, അതുപോലെ ഈ പറയുന്ന ക്രിസ്ത്യൻ പള്ളികളിൽ കാണുന്ന അവിടുത്തെ പുരോഹിതന്മാര്, അതേപോലെ തന്നെ നമ്മളെ മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ കാണുന്ന പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന, അങ്ങനെ പറയാല്ലേ, അത് ചെയ്യുന്ന ആരാണോ അവര് നോക്കാം. നിങ്ങളൊന്നും ഒരു കാര്യം ആലോചിച്ച് നോക്കാം. ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ഒരു ജോലിയായിട്ടല്ല അത് ചെയ്യുന്നത് പ്രിയ സുഹൃത്തുക്കളെ. അതൊരു ജീവിത വ്രതമായിട്ട് കാണുന്ന ആളുകളാണ്. എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 3 മണിക്കൊക്കെ എണീക്കണം. രാത്രി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എല്ലാ മനുഷ്യന്മാരും കിടന്നുറങ്ങുന്ന സമയത്ത് അവർ വന്നു കഴിഞ്ഞാൽ ആ പള്ളിയിലായാലും ശരി, അമ്പലത്തിലായാലും ചർച്ചിലായാലും ശരി, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നിസ്കരിക്കണം. അതേപോലെ ഈ പൂജാരിയാണെങ്കിൽ പൂജാ വിളക്കുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ അമ്പലം പരിസരമൊക്കെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവിടെ വിളക്ക് വെക്കണം, പിന്നീട് പൂജ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നത് നോക്ക്, ഈ ഒരു 3 മേഖലയിലുള്ള ആളുകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർക്കൊന്നും അത്ര വലിയ അർഹിക്കുന്ന ശമ്പളങ്ങളൊന്നും കിട്ടാറില്ല പ്രിയ സുഹൃത്തുക്കളെ, കിട്ടാറില്ല. അവർ ചെയ്യുമ്പോൾ അവിടത്തേക്ക് കയറുന്നതോടുകൂടി അതുവരെ നമ്മളെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും. ആ പള്ളിയിലായാലും അമ്പലത്തിലായാലും അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവർ പിന്നെ വേറൊരാളാ. പിന്നെ അവർ പ്രാർത്ഥന നിരതരാകും. അവരെ ചിന്തകൾ മുഴുവനും ആ പരിസരവും അതും മാത്രമേ ഉണ്ടാവൂ, വേറെ ഒന്നും ഉണ്ടാകില്ല. പക്ഷെ അവർക്ക് മാസത്തിൽ കിട്ടുന്നവർക്ക് ശരിക്കും കുടുംബം തന്നെ പോറ്റി വളർത്താൻ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ പോകാൻ കഴിയില്ല. പിന്നെ മറ്റുള്ളവർ കൊടുക്കുന്ന ദക്ഷിണകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുക്കുന്നത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ ഇതുപോലെ ഒരു ജീവിത വ്രതമായി കാണണം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ ആദ്യമായി ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് ഒന്നും മനസ്സിലാകാതെ വരുന്നതാ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണോ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറെടുക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രമേ ആ പാത നമ്മൾ പിന്തുടരാൻ നമ്മൾ തയ്യാറെടുക്കുക. ഞാനൊരു ഉദാഹരണം, ഒരു കഥ പറയാം. ഈ ഒരു സമയം ഞാനൊരു ഹിന്ദു വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങളെ പുരാണങ്ങൾ പറയുന്ന ഒരു കഥ ഞാൻ ഇവിടുന്ന് പറയാം. ഈ കഥ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ ആവശ്യകതയും അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും അത് ചെയ്തു കഴിഞ്ഞാലുള്ള നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടും എന്നുള്ളതൊക്കെ അതിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഈ ബിസിനസ്സിൽ വരുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബിസിനസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മളെ കൊണ്ടുവന്നത് ആരാണോ, നമ്മൾ അപ്ലൈൻ ആയിട്ടുള്ള ആളാരാണോ, അവര് പറയുന്നത് എന്താണോ അത് നമ്മൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുക. അനുസരിക്കുന്ന സമയത്ത് നോക്ക്, നമ്മളെ മനസ്സിൽ ഒരു സംശയവും ഉണ്ടാകരുത് പ്രിയ സുഹൃത്തുക്കളെ, ഒരു സംശയവും ഉണ്ടാകരുത്. നമ്മളെല്ലാ ലീഡേഴ്സും നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ഇതിന് സറണ്ടർ ആകുക എന്നുള്ളതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ ചിന്താഗതികൾ മാറ്റുക, നമ്മൾ ഈ ഒരു ബിസിനസ്സിനോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റുക. അതിന് ഉദാഹരണമാണ് ഞാൻ ഈ കഥ പറയാൻ വേണ്ടി പോകുന്നത്. ഈ മാസം പൊതുവെ ഹിന്ദു സഹോദരന്മാര് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുകയാണ്. ആ രാമായണത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ ആരും എഴുതാൻ വേണ്ടി തയ്യാറെടുക്കരുത്. എഴുതാൻ വേണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യന്
നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, അതിന്റെ തുടക്കം എന്താണ് എന്നുള്ളതിൽ, അതുകൊണ്ട് ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കാട്ടിലൂടെ വഴിതെറ്റി വരുന്നവരായാലും ശരി, അല്ലെങ്കിൽ കാനനപാതയിലൂടെ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെയും കിട്ടുന്ന സമയത്ത് മൃഗങ്ങളെയും പക്ഷികളെയും അതുപോലെ തന്നെ മനുഷ്യരെ വരെ കൊല്ലാനും അവരെ ഉപദ്രവിക്കാനും തയ്യാറുള്ള ഒരു കാട്ടാളനായിരുന്നു. ആ കാട്ടാളന്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, രത്നാകരനാകുന്ന കാട്ടാളൻ, അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെ ഉപദ്രവിച്ച് അവരുടെ കയ്യിലുള്ള പൈസയാണോ അല്ലെങ്കിൽ എന്താണോ അത് തട്ടിപ്പറിച്ച് അതുകൊണ്ട് ഉപജീവനം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉപജീവനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അക്രമകാരി നമ്മൾ വെള്ളപൂശാൻ പാടില്ല. അയാൾ അത്രയും നികൃഷ്ടനായ ഒരു ജീവിതമായിരുന്നു. ജീവിക്കാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ അയാള് കാട്ടിൽ ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ആളുകൾ പോകുന്ന സഞ്ചാര വഴിയിൽ മറ വെച്ചുകൊണ്ട് ഒരു മരത്തിന്റെ മുകളിൽ ഇദ്ദേഹം ഒളിച്ചിരുന്നു. വരുന്ന ആളുകളെ കാണാം. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറെ സമയം വൈകിട്ട് ആരെയും കാണുന്നില്ല. ആരെയും കാണാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടു. അപ്പൊ കുറെ ആളുകളെ കണ്ടപ്പോ ഇവൻ വളരെ ശ്രദ്ധാലുവായി. കാരണം ആളുകൾ കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇവൻ വളരെ ശ്രദ്ധാലുവായി. ആ ഒരു കാട്ടിലൂടെ വരുന്ന ആളുകളെ കണ്ട് സന്തോഷത്തോടു കൂടി, ഉള്ളിൽ സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ഭയവുമുണ്ട്. കാരണം ഒരു കൂട്ടം ആളുകളാ. നോക്കുമ്പോൾ അവർ വരുന്നത് ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. കാഷായ വസ്ത്രം ധരിച്ച് വരുന്ന ആൾക്കാരാ. നോക്കുമ്പോൾ സപ്തഋഷിമാരെന്ന് ഞാൻ ഒരിക്കലും വേറെ ഒന്നും ചിന്തിക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന സപ്തഋഷിമാർ ആണ് വരുന്ന സമയത്ത് അവർ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ചു. നോക്കുമ്പോൾ കയ്യിലൊന്നും കാണുന്നില്ല, ചെറിയൊരു ബാണ്ടക്കെട്ട് മാത്രമേ ഉണ്ട്, വേറെ ഒന്നുമില്ല. അതിനെന്തെങ്കിലും ഉണ്ടാവും, ഒരു സംശയമില്ല, എന്തെങ്കിലും ഉണ്ടാകാതിരിക്കില്ല അല്ലെ. അങ്ങനെ ഇദ്ദേഹം അവിടെ ഈ പെട്ടെന്ന് തന്നെ ഇവരെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് മുമ്പിലേക്ക് ചാടി വീണു. ഈ മൃഗങ്ങളെ എല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ കാണിച്ച് പേടിച്ചു. ഞാൻ നിങ്ങളെ ആക്രമിക്കും, നിങ്ങളെ ഞാൻ കൊല്ലും. അപ്പം കൊല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആക്രോശിച്ച് മുന്നോട്ട് കയറിപ്പോകുന്ന സമയത്ത് അവര് സംയമനത്തോടു കൂടി പറഞ്ഞു, മകനെ, ഞങ്ങൾ സന്യാസി വര്യന്മാരാണ്, ഞങ്ങൾ എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങളെ കയ്യിൽ നിനക്ക് വേണ്ടുന്ന ഒന്നുമില്ല പ്രിയ സുഹൃത്തെ. അന്നേരം പറഞ്ഞു, ഒന്നുമില്ലാതെ നിങ്ങൾ ഈ കാനനപാത ഒരിക്കലും ഒരു ദിവസം 2 ദിവസമെങ്കിലും ഇത് താണ്ടി പോയാലേ നിങ്ങൾക്ക് മറുകര എത്താൻ പറ്റൂ. അപ്പം നിങ്ങളെ കയ്യിൽ ഭക്ഷണം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം ഭക്ഷണം ഞങ്ങൾ കാട്ടിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് കാട്ടിലുള്ള കനികൾ എന്തെങ്കിലും ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വരാം, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ കുറെ സമയം ഇവർ സംവാദത്തിൽ ഏർപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനെ ഉപദ്രവിക്കാൻ, ഇവരെ വാക്കിൽ ഇവനിക്ക് തോന്നുന്നുണ്ട് ഇവരെ കയ്യിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന്. ഭക്ഷണം പോലെ അങ്ങനെ ഒരാളെ കയ്യിൽ നിന്ന് ഒരു ഭാണ്ഡം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ഇവൻ വളരെ ദേഷ്യത്തോടു കൂടി ഇവരെ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഒരു പ്രായം ചെന്ന ഒരാൾ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, പ്രായം ചെന്നവരല്ല, സപ്തഋഷിമാർ, അതിലുള്ള ഒരു യോഗ്യനായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാറി ഞങ്ങൾ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മളെ ബിസിനസിന്റെ സാധ്യത വരുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനോട് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന കാര്യം നീ ശ്രദ്ധിക്കണം. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ഒരു മറ്റുള്ളവരെ ഉപദ്രവിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അന്നേരം പറഞ്ഞു, ഞാൻ വിവാഹിതനാണ്, എനിക്ക് മക്കളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഞാൻ ഭക്ഷണം, എന്തെല്ലാം വേറെ പണികളുണ്ട്, അതൊന്നും ചെയ്യാതെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അന്നേരം ഇവൻ പറയുന്നത് ഇതേപോലെ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണത്തിന് വേണ്ടിയും അങ്ങനെ പറയുന്ന സമയത്ത് ഇവൻ വരെ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്ന വാക്കുണ്ട്, നീ നിന്റെ മക്കൾക്കും ഭാര്യക്കും വേണ്ടിയാണ് നീ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളൊരു കാര്യം നിന്നോട് പറയട്ടെ. നീ ഈ ചെയ്യുന്ന പ്രവൃത്തി, നീ ചെയ്യുന്നത് നല്ല പ്രവൃത്തി അല്ല. ആ നല്ല പ്രവൃത്തി ചെയ്യാത്ത നീ എങ്ങനെയാണ് ഇത് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷം നിന്റെ ഭാര്യയും മക്കൾക്കും പങ്കുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, എന്താ പങ്കില്ലാണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അന്നേരം ഇവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന സന്യാസി വര്യന്മാരാണ്, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. നീ ഒരു കാര്യം ചെയ്യും, തിരിച്ചു പോയി നിന്റെ ഭാര്യന്റെ അടുത്ത് പോയിട്ട് ചോദിക്കൂ, നീ ചെയ്യുന്ന പ്രവൃത്തിന്റെ ഫലം നിങ്ങളും അനുഭവിക്കൂ, അല്ലെങ്കിൽ അതിന്റെ പങ്ക് നിങ്ങളും പറ്റൂ എന്ന് ചോദിക്കാൻ പറഞ്ഞു.
അങ്ങനെ ഇവൻ വളരെ പരിഹാസത്തോടു കൂടി പുച്ഛിച്ചുകൊണ്ട് ഇവൻ തിരിഞ്ഞു വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിലേക്ക് ഓടുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവന്റെ കയ്യിൽ ഒന്നും കാണുന്നില്ല. ഇവന്റെ കയ്യിൽ ഒന്നും കാണാതിരിക്കുന്ന സമയത്ത് ഇവൾക്കൊരു ആകാംക്ഷയായി. അപ്പം ഭാര്യയാണല്ലേ, അവൻ ഭാര്യ വെച്ച്, എന്താ മനുഷ്യ നിങ്ങളുടെ പോയ പാടൻ എങ്ങനെ തിരിച്ചു വരുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാലെ, നമുക്കിന്ന് ഭക്ഷണം കഴിക്കണ്ടേ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, വിശക്കുന്നുണ്ടല്ലേ? അന്നേരം പറഞ്ഞു, ഒരു തമാശ ഉണ്ടായി. നമുക്ക് ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു തമാശ ഇന്ന് നടന്നു. ഇന്ന് നടന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ കാട്ടില് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആളുകളെ ആക്രമിക്കാൻ വേണ്ടി പോയി അവരുടെ കയ്യിൽ തട്ടിപ്പറിക്കാൻ വേണ്ടി പോയ സമയത്ത് അതിലൊരാൾ എന്നോട് ചോദിച്ചു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിന്റെ ഫലം നല്ലതായാലും തെറ്റായാലും ഫലം നീയും മക്കളും അനുഭവിക്കുക, അല്ലെങ്കിൽ നീയും മക്കൾ അതിന് പങ്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവൻ വളരെ പുച്ഛത്തോടു കൂടിയാ ചോദിച്ചത്, ലാഘവത്തോടു കൂടിയാ ചോദിച്ചത്. ഇത് എന്തായാലും ഉണ്ടാവില്ല, അവന്റെ മനസ്സിലെ ധാരണ അതാണ്. അന്നേരം ഇവള് ചിരിച്ചുകൊണ്ട് പറയുന്ന, അല്ല മനുഷ്യ, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? നിങ്ങൾ കർത്തവ്യമാണ് ഒരു വ്യക്തിയുടെ, ഒരു ഭർത്താവിന്റെ, ഒരു അച്ഛന്റെ കർത്തവ്യമാണ് മക്കളെയും ഭാര്യയും സംരക്ഷിക്കുക എന്നുള്ളത്. അവിടെ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർത്തവ്യത്തിലുള്ള പങ്ക്, നിങ്ങൾ ചെയ്യുന്ന കർത്തവ്യത്തിന്റെ ഫലമായി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തിന്റെ പങ്ക്, അത് എനിക്ക് പറ്റേണ്ട ആവശ്യമില്ല, അത് നിങ്ങളിൽ തന്നെ മാത്രം നിക്ഷിപ്തമാണ്. ഇയാൾ ഒരു നിമിഷം ഞെട്ടി. ദൈവമേ, ഞാൻ ഇതുവരെ വിചാരിച്ചെന്തുന്ന, ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്നിട്ട് പോലും ഈ ഒരു കാര്യം വന്ന സമയത്ത് നോക്ക്, അവള് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ യാദൃശ്ചികമായി തന്നെ അവളെ പെട്ടെന്ന് തന്നെ അവളെ കാര്യം മറുപടി അവർ പറഞ്ഞു. ഇയാൾക്ക് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. ഇയാള് എന്താ ചെയ്യേണ്ടത്, ദേഷ്യമുണ്ട്, പക്ഷെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാനിപ്പം വരാന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണോ അതിൻ്റെക്കാൾ സ്പീഡിൽ അങ്ങോട്ട് തിരിച്ചോടി. സപ്തഋഷിമാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ദൂരെ തന്നെ കാണുന്നുണ്ട്, അവർ നിൽക്കുന്ന കണ്ടു. അന്നേരം ഇദ്ദേഹം അവരുടെ അടുത്ത് പോയിട്ട് വിഷണ്ണനായിട്ട് നിന്നു, വിഷമത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അവർ ചോദിച്ചു, എന്താ മോനെ, എന്താ മകൻ, നിക്കെന്താ ഒരു വിഷമം പോലെ, നീ പറയുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് ആകെ വിഷമം, ഞാൻ ഇന്നേ വരെ ഈ ചെയ്ത പ്രവൃത്തി എല്ലാം തന്നെ എൻ്റെ ഭാര്യക്കും മക്കൾക്കാണെങ്കിൽ അവള് എന്നെ തള്ളിപ്പറയുന്ന മാതിരി മറുപടി പറഞ്ഞു. അവൾ അതിന് പങ്കില്ല. ഒരു ഭർത്താവിന്റെ, ഒരു അച്ഛന്റെ കടമയാണ് മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിൽ കവിഞ്ഞ് എനിക്ക് വേറൊന്നുമില്ല. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ മതി. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സപ്തഋഷിമാര് അങ്ങോട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. നോക്ക്, നീ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിച്ചത്. ആ തിരുത്തലുകൾ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകാൻ പോകുന്നു പ്രിയ സുഹൃത്തെ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പാതയിലൂടെ നീ സഞ്ചരിച്ചാൽ ഇനി ഇതുപോലുള്ള നൂലാമാലകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കെട്ടുപാടുകൾ നിനക്ക് ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നിന്റെ ജീവിതം വലിയൊരു സമ്പൂർണമായ ഒരു നല്ലൊരു ജീവിതം നിനക്ക് ലഭിക്കും എന്നത് പറഞ്ഞത് കേവലം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്നേരം ഇവര് പറയുന്ന ഒരു വാക്കുണ്ട്, 2 മരം കാണിച്ചു കൊടുത്തു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു മാസം കർക്കിടക മാസമാണ്, രാമായണ മാസമാണ്. രാമനാമം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പുണ്യം കിട്ടുമെന്നാണ് രാമായണത്തിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ മാസം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നിട്ടുള്ള, അതും കർക്കിടകം 2-ാം ദിവസമാണ് ഇന്നത്തെ ദിവസം തന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. കാര്യത്തിലേക്ക് കടക്കാം. ആ 2 മരം കാണിച്ചു കൊടുത്തിട്ട് ആ മരത്തിന്റെ നടുക്ക് പോയി ഇരുന്നിട്ട് പറഞ്ഞു, ആ മരം ഈ മരം. നോക്ക് പ്രിയ സുഹൃത്തുക്കളെ, ആ മരം ഈ മരം എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ നീ വിചാരിക്കുന്ന തരത്തിലേക്കാണോ അപ്പുറത്തേക്ക് നീ വേറെ ഒരു ദിശയിലേക്ക് എത്തിപ്പെടും എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പരിഹാസത്തോടു കൂടി, നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്ക് എന്താണ് ഇപ്പം വേണ്ടത്? നിങ്ങൾ എന്താണ് എനിക്ക് തരുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ബിസിനസ് അവസരം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ടീം നിങ്ങളെ അറിയിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസരമാണിത്. എന്തെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് എനിക്ക് കിട്ടാനുള്ളത്? 5000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കുക, കുറച്ച് സോപ്പും പേസ്റ്റും വാങ്ങിക്കുക, ഇത് കൊണ്ടുപോയി വിൽക്കുക, നിങ്ങൾക്ക് കോടീശ്വരനാകാൻ പറ്റും. പ്രിയ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഞാൻ കോടീശ്വരനാകാം? ഞാനിവിടെ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചപ്പോ സോപ്പും പേസ്റ്റും വിറ്റിട്ടാണോ എന്ന് ചോദിച്ചതിന്റെ ആ ഒരു മറുപടി അത് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇതേപോലെ ആ മരം ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക? അവിടെയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ ബിസിനസിന്റെയും ഈ പറയുന്ന കഥയുടെയും ഒരു സാരം നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നിങ്ങൾ കാണുന്നത് ലോക ചരിത്രം തന്നെ യുഗാന്തരങ്ങളായി മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം ഒരിക്കൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും രാമ എന്ന് ജപിക്കാത്ത അല്ലെങ്കിൽ ചൊല്ലാത്ത പറയാത്ത ഒരു വ്യക്തി പോലും, ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ലാത്ത തരത്തിലേക്ക് മാറ്റം വന്നു. ആ മരം ഈ മരം എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി പിന്നീട്
രാമായണം എന്ന മഹാകാവ്യം എഴുതിയിട്ടുള്ള വാത്മീകിയായി മാറി പ്രിയ സുഹൃത്തുക്കളെ, വാത്മീകിയായി മാറി. ഇതാണ് നമ്മളെ മുമ്പിലുള്ളത്. എന്തൊരു ചെറിയൊരു പ്രവൃത്തിയും അത് നിരന്തരം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ നമ്മൾ അറിയാത്ത തരത്തിലേക്ക് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വന്നു ചേരും എന്നുള്ളതിന് 1000 ഉദാഹരണമാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ മുമ്പിൽ തന്നെ. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ തന്നെ എത്ര ആളുകളെ ജീവിതമാണ് മാറിയിട്ടുള്ളത് പ്രിയ സുഹൃത്തുക്കളെ. ആ മരം ഈ മരം എന്ന് പറയുന്ന സമയത്ത് ഒരു ലീഡർ നമ്മളോട് പറയുന്നുണ്ട്, 5000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കൂ, സോപ്പ് പേസ്റ്റ് വാങ്ങിക്കൂ, നിങ്ങൾ ഒരു മീറ്റിംഗ് വെച്ച് കുറച്ച് ആളുകളെ കൊണ്ടുവരൂ. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ പരിഹാസത്തോടു കൂടി നമ്മൾ ഇതിനെ ഏറ്റെടുത്ത ആളുകളാണ് പ്രിയ സുഹൃത്തുക്കളെ. സത്യം, ഞാൻ ഈ ബിസിനസ്സിനെ അങ്ങനെ ഏറ്റെടുത്ത ആളാ. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി ചെറുതാണെങ്കിലും അത് നിരന്തരമായി നമ്മളെ സാധകം പോലെ നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ഇന്ന് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന എത്ര ആളുകളാണ് പ്രിയ സുഹൃത്തുക്കളെ വാത്മീകിയായി മാറിയിട്ടുള്ളത്, ചരിത്രം രചിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ അടക്കമുള്ള ഈ ബിസിനസ്സിലുള്ള ഈ കേൾക്കുന്ന നമ്മളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വൻ വിപ്ലവം തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ. അതിലെ ഒരു കന്നിയായി മാറാൻ, ഒരു വ്യക്തിയായി മാറാൻ, അതിലൊരു ശക്തിയായി മാറാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു, ഇത് കേൾക്കുന്ന നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് നോക്കാം, നമ്മൾ ഈ പറയുന്ന രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെത്തട്ടില് എന്താണ് ചെയ്യേണ്ട ഒരു ലക്ഷ്യബോധവുമില്ലാതെ ജീവിതം എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചും മറ്റുള്ളവരിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ജീവിതത്തെ കണ്ടിരുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു വ്യക്തി പിന്നീട് ലോക ചരിത്രം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള വാത്മീകി മഹർഷിയായി മാറി പ്രിയ സുഹൃത്തുക്കളെ. എന്തിനേറെ പറയുന്നു, അതുപോലെ നമ്മളെ പോലെയുള്ള സമൂഹത്തിൽ താഴെത്തട്ടിൽ ഇതുപോലെ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്ന വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ ജീവിത ലക്ഷ്യം തന്നുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്, ഇനിയും നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് സാധിക്കും, ആ സാധ്യതയിലൂടെ നമ്മൾ വലിയ തരത്തിലേക്ക് മാറാൻ പറ്റും. അത് എങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ? പണം കൊണ്ട് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പണം കൊണ്ട് മാത്രമല്ല. നോക്ക്, ഇത്തരം ചിന്താഗതികൾ, ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കഥയാണ്. ഇത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പം റസൂലുള്ളാഹി അലൈഹി വസല്ലം നബി തങ്ങള് തിറാ ഗുഹയില് ധ്യാന നിമഗ്നനായി അല്ലെങ്കിൽ പ്രാർത്ഥന നിമഗ്നനായതിനു ശേഷമാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്നാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭഗവാൻ യേശു ക്രിസ്തു അതുപോലെ തന്നെ ഒരു 10-35 വയസ്സ് സമയങ്ങളിൽ അദ്ദേഹത്തെ കാണാതായി എന്ന് പറയുന്നത്. അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ പോയി എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം, അവൻ തന്നെ തപസ് ചെയ്ത എന്താ പ്രവൃത്തി എന്താണത്? അവൻ തന്നെ ചെയ്യേണ്ട ചെറിയ കർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങളാ ഇന്ന് ലോക ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തികളൊക്കെ നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ആ മഹത്തുക്കളായ വ്യക്തികളൊക്കെ അവിടെയൊക്കെ കാണുന്നത് എന്താണ്? നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ പ്രവൃത്തികൾ, ചെറിയ പ്രവൃത്തികൾ നിങ്ങൾ നിരന്തരം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന, നമ്മൾ സാഹിത്യ ഭാഷയിൽ പറയുന്ന, സാഹിത്യകാരന്മാർ പറയുന്ന നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അന്തർലീനമായ കഴിവുകൾ, അത് നമ്മൾ അറിയാതെ നമ്മളെ പുറത്തേക്ക് പ്രകടിക്കും പ്രിയ സുഹൃത്തുക്കളെ. ഇതിന് 1000 ഉദാഹരണങ്ങൾ, ഉദാഹരണങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ. എത്ര ആളുകളാ നമ്മളെ മുമ്പിൽ ഈ പറയുന്ന ധാരാണി സാറും നമ്മുടെ ഉമർ സാറും ഒക്കെ, അവരൊക്കെ ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടി, ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നും അറിയാതെ, ഒരു ലക്ഷ്യബോധമില്ലാതെ നമ്മൾ ജീവിക്കുന്ന നമ്മൾക്ക് ഒരു ലക്ഷ്യം വെച്ച് തരുന്നു. ഇതാ, നിങ്ങളൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു ലക്ഷ്യ പൂർത്തീകരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ലക്ഷ്യം നിങ്ങൾക്ക് തരുന്നു. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന നമ്മളെ ഈ കമ്പനി. നിങ്ങൾ അത് മാത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾ അറിയാതെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിരന്തരമായ സാധനയിലൂടെ, നിരന്തരമായ പ്രവൃത്തിയിലൂടെ, നിരന്തരമായ വാക്കുകളിലൂടെ നിങ്ങൾ അത് മാത്രം ചെയ്തു പോകുകയാണെങ്കിൽ നിങ്ങൾ ഉന്നതിയിലെത്തിയിരിക്കും. ഒരു സംശയം വേണ്ട. ആയിരക്കണക്കിന് ആളുകളെ ജീവിതം മാറ്റിമറിച്ചതാണ്. ഇതൊന്നും അറിയാതെ ഈ പറയുന്ന ആ മരം ഈ മരം എന്ന് പറയുന്ന സമയത്ത് എന്താണ് സ്വാമി എന്നോട് ഈ ആമരം ഈ മരം എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാ എന്ന് പറഞ്ഞിട്ട് ആ വാത്മീകി മഹർഷി തള്ളിക്കളയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ലോക ചരിത്രം സൃഷ്ടിച്ച മഹത് വ്യക്തിയായിട്ട് ഈ വാത്മീകിയെ നമുക്ക് പറയാൻ പറ്റുമോ പ്രിയ സുഹൃത്തുക്കളെ? അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ബിസിനസ് പ്രോഗ്രാം കേൾപ്പിക്കുന്ന ഒരു ലീഡർ നിങ്ങളോട് പറയുന്നു, ഇന്നതുപോലെ ചെയ്യൂ പ്രിയ സുഹൃത്തെ, ഇന്നതുപോലെ നിങ്ങൾ പറയൂ, ഇന്നതുപോലെ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന സമയത്ത് അതിന് നിസാരമായിട്ട് കാണരുത് പ്രിയ സുഹൃത്തുക്കളെ. പുതിയ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിത് ശിരസിലെടുക്കുക. ഒരിക്കലും പറയുന്ന വാക്കിന് ഒന്നും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യം മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ.
നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. അതാണ് ഇതിൽ ചെയ്യേണ്ട പ്രവൃത്തിയും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളും അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ ബിസിനസ്സിനെ സ്നേഹിക്കുക. അത് ആ ബിസിനസ്സിന് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന മന ധന, നമ്മളെ ശരീരവും ധനവും മനസ്സും മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇതൊക്കെ നമ്മൾക്ക് വേണം പ്രിയ സുഹൃത്തുക്കളെ. പക്ഷെ നമ്മൾ അതിൽ അലിഞ്ഞു പോകരുത്. നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് കാണാൻ ശ്രമിക്കുക. ഒരു സംശയം വേണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. അതിന് 1ഉം 2ഉം ഉദാഹരണങ്ങളല്ല പ്രിയ സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് ഉദാഹരണങ്ങളാണ്. അതിന് നമ്മളെ ലീഡർ പറയുന്നുണ്ട്, ഹോം മീറ്റിംഗ് വെക്കാൻ പറയുന്നത്. നമ്മൾ ഹോം മീറ്റിംഗ് വെക്കുക. നമ്മളെ കൂടുതൽ വന്നിട്ടുള്ള ആളുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തയ്യാറെടുക്കുക പ്രിയ സുഹൃത്തുക്കളെ. അവർ നന്മ മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നോക്ക്. മറ്റുള്ളതിനെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് കിട്ടുന്ന അപൂർവമായിട്ടുള്ള സിദ്ധിയാണ് പ്രിയ സുഹൃത്തുക്കളെ. ആ സിദ്ധി നമ്മൾ പ്രകടമാക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനെയും സ്നേഹിക്കുക. ഞാനാകുന്നു, നീയാകുന്നു, നമ്മൾ ഒന്നാകുന്നു. അതെ പ്രിയ സുഹൃത്തുക്കളെ, നീയും ഞാനും ഒന്നും വിഭിന്നമല്ല, ഇതെല്ലാം ഒന്നാണ്. ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഈ കാരണഭൂതന്റെ സൃഷ്ടിയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇതിന്റെ അകത്ത് വേറൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിന്റെയും മറ്റുള്ളതിന്റെ കുറവ് കൊണ്ടും കൂടുതൽ കൊണ്ടും നമ്മൾ കുറച്ച് കളറുള്ളവരായി മാറുന്നു, നമ്മൾ കുറച്ച് കളർ കുറഞ്ഞവരായി മാറുന്നു. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നല്ല. ഒരു വെളിച്ചത്തിന്റെ കണിക മാത്രമാണ് എല്ലാത്തിലും നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളൊപ്പം വന്നിട്ടുള്ള ആളുകളെ സേവിക്കാൻ കിട്ടുന്ന, നമ്മൾ സേവിക്കുക. എവിടെ പോകുന്ന വഴിക്ക് നമ്മൾ കാണാം മാനവ സേവ എന്ന് പറയുന്നത്. നമ്മൾ മാധവനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം മനുഷ്യരെ സ്നേഹിക്കുക പ്രിയ സുഹൃത്തുക്കളെ. അത് തന്നെയാണ് മാധവന് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യം. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഒപ്പം വന്നിട്ടുള്ള ആളുകളെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് അവർക്ക് വരുന്ന ദോഷങ്ങളായാലും നന്മകളായാലും തിന്മകളായാലും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നമ്മളെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സോടെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ മതി പ്രിയ സുഹൃത്തെ നമ്മളെ കൂടുതൽ. ഞാനൊരു ലീഡർ, എന്റെ കൂടുതൽ ആരും വരുന്നില്ല സാറേ. നിരന്തരമായ പ്രവൃത്തിയിലൂടെ നമ്മളെ ശരീരഘടനയ്ക്കും നമ്മളെ വാക്കുകൾക്കും നമ്മളെ വേഷവിധാനത്തിനും വരുന്ന നമ്മൾ അറിയാതെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പ്രിയ സുഹൃത്തുക്കളെ. പക്ഷെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നമ്മളെ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ വരെ കാണാൻ കഴിയും പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ നമുക്കതൊരു നിർബന്ധമായിട്ട് തോന്നാറില്ല, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പക്ഷെ നമ്മൾ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തി പുതിയ ആളുകളെ, മറ്റുള്ളവരെ, നമ്മൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രവൃത്തിയാണ് പ്രിയ സുഹൃത്തുക്കളെ. അത് കണ്ടുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്നവർ നമ്മളെ അടുത്തേക്ക് വരും. ആ ഒരു വരവാണ് നമ്മളെ ബിസിനസ്സിൽ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മീറ്റിംഗിൽ പറയുന്ന, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തതൊന്നുമില്ല പ്രിയ സുഹൃത്തുക്കളെ. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തതൊന്നുമില്ല. എല്ലാത്തിലും നന്മകളുണ്ട്, എല്ലാത്തിലും തിന്മകളുമുണ്ട്. അതാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നതിന്റെ കാരണം. നന്മയും തിന്മയുമാണ്, നെഗറ്റീവും പോസിറ്റീവുമാണ്, ഈ പ്ലസും മൈനസുമാണ്. ഇത് രണ്ടും ചേരുമ്പോൾ മാത്രമേ ഒരു ശക്തി ഉണ്ടാവൂ, ഈ ഒരു പ്രപഞ്ചം ഉണ്ടാവൂ. അതുപോലെ ഇതിന്റെ അകത്ത് നമ്മൾ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനീന്റെ അകത്ത് എല്ലാം തികഞ്ഞതാണെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം പോരായ്മകൾ ഉണ്ടാവും. ഓരോ വ്യക്തിയുടെ പോരായ്മയും ഓരോരുത്തൻ നോക്കുന്നതിന്റെ ആ നിന്നായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ. അവന്റെ അറിവും അവന്റെ കഴിവും അവന്റെ സാമൂഹ്യ പശ്ചാത്തലവും അവന്റെ കുടുംബ പശ്ചാത്തലവുമാണ് ഒരുത്തന്റെ ഒരു പ്രവൃത്തി കാണുമ്പോൾ അതിന്റെ നന്മയും തിന്മയും മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ ഒരു ഭാഗം. അങ്ങനെയെങ്കിൽ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് കമ്പനിക്കും അതുപോലെ കുറെ പോരായ്മകൾ ഉണ്ട് പ്രിയ സുഹൃത്തുക്കളെ. ഞാനത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ പോരായ്മകളില്ലാതെ നന്മകൾ ഉണ്ടാകില്ല പ്രിയ സുഹൃത്തുക്കളെ. പോരായ്മയിൽ നിന്നാണ് നമ്മൾ വ്യതിചലിച്ച് നന്മയിലേക്ക് വരിക പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് കാണുന്ന സകല സാധനവും സകല വസ്തുവും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകലതും ഇതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും അടങ്ങുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ. ഒന്നിനോടൊന്ന് ചേരാതെ നെഗറ്റീവ് നിൽക്കാതെ പോസിറ്റീവ് ഇല്ല. ഇത് രണ്ടും കൂടുന്ന സമയത്താണ് എനർജി ഉണ്ടാകുന്നത്. ആ എനർജിയാണ് പ്രവർത്തിച്ചിട്ട് നമ്മൾ വരെ മനുഷ്യരും അതുപോലെ ജീവജാലങ്ങളും സകല ഈ പറയുന്ന അണ്ടകടാഹത്തിൽ കാണുന്ന സകലതും നിലനിൽക്കുന്നത് ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ഉണ്ടോ അല്ല. അതുകൊണ്ട് നെഗറ്റീവ് പറയുകയാണോ പോസിറ്റീവ് പറയുകയാണോ, നെഗറ്റീവ് നോക്കുകയാണോ
പോസിറ്റീവ് നോക്കുകയാണോ? നെഗറ്റീവ് നോക്കുന്ന സമയത്ത് നമ്മൾക്കൊന്നും കിട്ടാനില്ല പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഈ ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് യാദൃശ്ചികമായി നമ്മളെ നെഗറ്റീവുകൾ മാത്രമായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ അകത്തുള്ള നന്മകൾ, പോസിറ്റീവ് മാത്രം നമ്മൾ കണ്ടു. സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഏത് ഘോരമായ അഗ്നിയെ പോയി നോക്കാൻ വേണ്ടി പോയാലും അതിന്റെ ചുറ്റും ചാരത്തിന്റെ ചെറിയ വലയം ഉണ്ടാകും പ്രിയ സുഹൃത്തുക്കളെ. കത്തുന്നത് ഘോരമായി കത്തുന്നുണ്ടാവാം, അതിശക്തമായ രീതിയിൽ കത്തുന്നുണ്ടാവാം, പക്ഷെ അതിന് ചുറ്റും ചെറിയ ചാരത്തിന്റെ ഒരു വലയം ഉണ്ടാകും. നിങ്ങൾ ഈ ചാരത്തിന്റെ വലയമാണോ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിയ സുഹൃത്തുക്കളെ. ആ ഘോരമായി കത്തുന്ന അഗ്നിയെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ അതിലെ പോസിറ്റീവ് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതെന്തിനാണ് നമ്മൾ അങ്ങനെ പോസിറ്റീവ് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയ സുഹൃത്തുക്കളെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഈ പറയുന്ന പോലെ നമ്മളെ നാട് വളരെ ദയനീയമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട് ദയനീയമായിട്ട് അവസ്ഥയിൽ പോകുന്നതിന് പ്രധാന കാരണം എന്താണെന്നോ? ഈ ഒരു കാട്ടാളൻ ഉണ്ടല്ലേ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാട്ടാളൻ, ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്, ഇന്നൊരു കാട്ടാളത്തം കാട്ടുന്നുണ്ട്. പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആരെയാണ് ഇവന് ഉപദ്രവിക്കുന്നതെന്ന് അവനിക്ക് പോലും അറിയില്ല. ചില സമയത്ത് പറയുന്നു യുദ്ധം നിർത്തി, ചില സമയത്ത് പറയുന്നു യുദ്ധം ഞങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം അനുഭവിക്കുന്നത് ആരാ? ഇതെല്ലാം അനുഭവിക്കുന്നത് അവിടുത്തെ പാവം ജനങ്ങളാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇറാനിന് നേരെ നടത്തുന്ന അക്രമങ്ങൾ, നിവൃത്തികേട് കൊണ്ട്, ഗതികേട് കൊണ്ട് അവരും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ആരെ പ്രതികരിക്കും? അവർക്ക് വെറുപ്പ് തോന്നുന്ന ആൾക്കാർ. അത് നമ്മളായാലും ശരി, നമ്മളെ ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മൾക്ക് മുമ്പിൽ കാണുന്ന എന്താണോ അതിനെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുമെന്ന് പറയുന്ന പോലെ ആ പാവൻ രാജ്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. അതിന്റെ അനന്തരഫലം നമ്മളെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ഒന്ന് പരിധിയിലായി വന്നിട്ടുള്ളത്. പക്ഷെ കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ലോകങ്ങളെല്ലാം ഈ കെടുതി അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ള അവസ്ഥയിലേക്കാണ് ഈ രാജ്യം പോകുന്നത്. ഈ ഒരു യുദ്ധം നമ്മൾ അയൽ രാജ്യമാണ്, അല്ലെങ്കിൽ നമ്മളെ സഹോദര രാജ്യമാണ് ഇറാനെങ്കിൽ നോക്കുക, ഇറാൻ വംശജര്, ഒരു ചരിത്രകാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുള്ള മനുഷ്യരെല്ലാവരും തന്നെ പണ്ട് നോക്കുകയാണെങ്കിൽ, മുന്നോട്ട് നോക്കുകയാണെങ്കിൽ അത് ഇറാനിയൻ വംശജര് വരെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ തരത്തിൽ വരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാരാ, ഇതുപോലെ ഊണും ഉറക്കവും ഇതുമില്ലാതെ നിരപരാധികളെ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ബോംബ് വർഷം, അഗ്നിഗോളങ്ങൾ ഒരു ദേഹത്ത് പതിക്കുന്ന സമയത്ത്, ദേഹത്ത് പതിക്കേണ്ട സാറേ, കുറച്ച് ദൂരെ തന്നെ അത് പതിക്കുന്ന സമയത്ത് അതിന്റെ ചൂട്, കെമിക്കൽ കൊണ്ട് നടക്കുന്ന ആ ചൂട് വെന്തുരുകിപ്പോവും പ്രിയ സുഹൃത്തുക്കളെ. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യം പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ ഇതുപോലെ തന്റെ ഇടമുള്ള വ്യക്തിത്വമുള്ള വ്യക്തികളായി മാറുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ രാജ്യം സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെ ഭരണകർത്താക്കൾ എല്ലാവരും പറയുന്നുണ്ട്, സാമ്പത്തിക കാര്യങ്ങളിൽ 4ാം രാജ്യമായി മാറുന്നു നമ്മളെ രാജ്യം എന്ന് പറയുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യം. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ അറിവ് വെച്ചുകൊണ്ടും നമ്മളെ ഇത് വെച്ചുകൊണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മുമ്പിൽ കുറെ ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് നോക്ക്, ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് പ്രിയ സുഹൃത്തുക്കളെ. മത്സ്യത്തൊഴിലാളിയായ ഞാൻ വരെ ഇനി മുതൽ മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ജോർജ് ഡ്യൂട്ടി വേണം പ്രിയ സുഹൃത്തുക്കളെ. മീനിന്റെ വില പോകുന്ന പോക്ക് കാണുന്നുണ്ടോ? എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വില കൂടുന്നു? ഉൽപ്പന്നം കുറയുന്നു, ഉൽപാദനം കുറയുന്നു. പക്ഷെ ഇവിടെയുള്ള ആളുകളെ സാമ്പത്തിക സ്ഥിതി മാറുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും കുറെ പണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം പണം വരാൻ വേണ്ടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആവശ്യക്കാരായി മാറുന്ന സമയത്ത് അതിന് കിട്ടാനുള്ള സാധനങ്ങൾ ഇല്ലാതെ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഈ യുദ്ധത്തിന്റെ ഫലവും പോരാഞ്ഞിട്ട് മറ്റുള്ള ആളുകളെ മാറ്റങ്ങൾ കൊണ്ടും ഈ ഒരു മാറ്റം നമ്മൾ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കേണ്ട സാറേ. നമ്മൾക്കും ജീവിക്കേണ്ട ഈ ഭൂമിയിൽ. എങ്ങനെ ജീവിക്കും സാറേ? ജീവിക്കാൻ ആരെ കൊണ്ടും കഴിയും? എങ്ങനെയും കഴിയും പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ജീവിക്കാൻ. ആ ഒരു ജീവിതത്തിൽ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനതാ ദൈവം തമ്പുരാൻ, നിങ്ങൾ ഏത് പേരെടുത്ത് വിളിച്ചാലും ശരി, ആ ഒരു ചൈതന്യം, ആ ഒരു ശക്തി, ആ ഒരു പരമാത്മാവ് നമ്മളിലേക്ക് തന്നിരിക്കുന്നു ഈ ഒരു മഹത്തായ ആശയം. അതിന് നിങ്ങൾ ഇതുപോലുള്ള നെഗറ്റീവും പോസിറ്റീവും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടുന്ന, ഞാൻ പണ്ടേ പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ നെഗറ്റീവ് നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ നമ്മളെ രാജ്യം ആദരിക്കുന്നത് രാഷ്ട്രപിതാവായിട്ടാണ്. അത്രയും മഹത്തായ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ചില വ്യക്തികൾ പറയുന്നത് എന്താണെന്ന്, സ്വന്തം മക്കളെ നോക്കാത്ത ഒരു അച്ഛൻ എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ആരും അത് ചിന്തിക്കാറില്ല.
നമ്മളെ മഹാത്മാഗാന്ധി നമ്മളെ രാഷ്ട്രപിതാവാണെന്ന് നമ്മൾ പറയുന്ന സമയത്തും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് എത്ര മക്കളുണ്ടെന്ന് അറിയാത്ത എത്ര പൗരന്മാരുണ്ട് ഇന്ത്യയിൽ? എത്ര പൗരന്മാരുണ്ട്? ആ മക്കൾ എവിടെയാണ്, എന്താണ് അവരെ പരമ്പര, എന്താണ്, ഒന്നും ആർക്കും അറിയില്ല. പക്ഷെ നമ്മൾ ആ മഹാത്മാവിനെ നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ് ആദരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ നെഗറ്റീവ് നോക്കാറില്ല പ്രിയ സുഹൃത്തുക്കളെ. അദ്ദേഹം 3 മക്കളെ നോക്കുന്നതിന് പകരം രാജ്യത്തുള്ള കോടാനുകോടി പിഞ്ചുങ്ങളെയാണ് നോക്കിയത്. അതുകൊണ്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ ഇന്ന് അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ ഇതിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നാലും ശരി, ഇതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ. തലമുറ കൈമാറിയിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിശാലമായ ഒരു ആകാശമായി മാറുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. അവിടെ നമ്മൾക്ക് നമ്മളതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മളെ കയ്യിൽ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി നിങ്ങൾ രക്ഷപ്പെടേണ്ട, നമ്മൾ രക്ഷപ്പെടേണ്ട ആവശ്യകത നമ്മളെ നാടിന് മുമ്പിൽ കാണുന്നുണ്ട്. ഇവിടെയുള്ള സകല സമ്പത്തുകളും അനുഭവിച്ചുകൊണ്ട്, സകല സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ഭൂമിയിൽ നമ്മളെ നാട്ടിലും നമ്മളെ സമൂഹത്തിലും ജീവിക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അവർക്ക് മാത്രം തീരെഴുതി കൊടുത്തതാണോ ഇത്? ഒരിക്കലുമല്ല. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായ വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ തന്നെ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പക്ഷേ മേഖലകളില്ല, അതിനുള്ള വിദ്യാഭ്യാസമില്ല, അതിനുള്ള കഴിവില്ല, അതിനുള്ള മാനസിക വളർച്ചയില്ല. പക്ഷെ എന്നിട്ട് പോലും ഇതൊരു അവസരമാണ് എന്ന് നമ്മളെ കയ്യിൽ നമുക്ക് തോന്നി ആ നിമിഷം. എന്നെ പോലെയുള്ള ഈ ഒരു അവസരം കേൾക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ. വിദ്യാഭ്യാസം കൊണ്ട് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ എത്തി എന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത തരത്തിലാണ് ഞാൻ 10ൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ ഇതുപോലെ നിങ്ങൾക്കറിയാം, ഒരു മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിത രീതി എന്താണെന്ന്. ആ ഒരു ചട്ടക്കൂടിൽ മാത്രം ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് ഈ എന്തൊരു ബിസിനസ് ചെയ്യുന്ന സമയത്തും സമ്പത്ത് വേണം, സാമ്പത്തികമായി വേണം സാറേ. പക്ഷെ അതില്ലാത്ത ഒരവസ്ഥ. നാലാമത് എന്റെ കുടുംബ പരമ്പര നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും പിടിച്ചു കൊണ്ടുവരുന്ന മീൻ തന്നെ വേറെ ആളെ കൊണ്ട് വിപ്പിക്കുന്ന തരത്തിൽ ഒരു കച്ചവടമോ അറിയാത്ത വേറെ കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ആ ജനിച്ചു വളർന്ന ഇത്രയും സാഹചര്യങ്ങളുള്ളിടത്തുനിന്ന് എനിക്ക് എങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖല, ലോകത്ത് അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന, അതിശക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ എനിക്ക് എങ്ങനെ പങ്കാളിയാകാൻ പറ്റും? എന്നുകൊണ്ട് എനിക്ക് നടക്കില്ല സാറേ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ മഹാനായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, എന്നെ ഞാനാക്കി മാറ്റിയിട്ടുള്ള ഒരു കാട്ടാളനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാത്ത, സാമൂഹ്യ ചുറ്റുപാടും ഇല്ലാത്ത സാധാരണക്കാരനായ ഒരു വല്ലീശൻ എന്ന് പറയുന്ന, രത്നാകരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഇന്ന് ഒരു വാത്മീകിയാകുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുള്ള മഹത് വ്യക്തിയാണ് നമ്മളെ ബഹുമാനപ്പെട്ട ബെല്ലി സാറ്. അദ്ദേഹത്തിന്റെ കരം പിടിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ലീഡേഴ്സിന് നമ്മൾ മുറുകെ പിടിക്കുക പ്രിയ സുഹൃത്തുക്കളെ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ ഇന്ന് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ ചിന്തിക്കരുത്. അത് പാപമാണ്, അത് തെറ്റാണ്. ഒരിക്കലും ഈ ബിസിനസിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ അതാണ് പറയുന്നത്. ആ മരം ഈ മരം എന്ന് പറയുന്ന സമയത്ത് എന്തിനാ സാറേ എന്നെ കൊണ്ട് ആ മരം ഈ മരം എന്ന് പറയിക്കുന്നത്? എന്തിനാണ് എന്നെ കൊണ്ട് സോപ്പും പേസ്റ്റും വായിക്കുന്നത്? ഞാൻ സമൂഹത്തിൽ ആരാ? ഞാൻ വലിയവനാണ് സാറേ, ഞാൻ വലിയ ജോലി ചെയ്ത ആളാണ്, അതുപോലെ ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് സാറേ എന്ന് പറയുന്ന 2 വിഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള വലിയൊരു അവസരം ഒരേ സ്വരത്തിൽ, ഒരേ രീതിയിൽ, ജാതിയോ മതമോ വർണ്ണഭേദമോ വർഗഭേദമോ ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നുണ്ട്, നമ്മളെ കമ്പനി പറയുന്നുണ്ട്, നോ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വേണ്ടാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടാന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ഉള്ളിൽ ഒരു അടങ്ങാത്തൊരു കനൽ വേണം പ്രിയ സുഹൃത്തുക്കളെ. ഒരു കനൽ. നമ്മൾ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന ഒരു കവിത പറയുന്നുണ്ട്, കനൽ ഒരു തരി മതി പ്രിയ സുഹൃത്തെ. നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കനലുണ്ടോ? നിങ്ങൾക്ക് ഒരു തരി കനലുണ്ടോ? ആ കനലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു അവസരമാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ ദൈവം തമ്പുരാൻ നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. നമ്മൾക്ക് കഴിയട്ടെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഞാൻ ആരാണ്, ഞാൻ രത്നാകരനാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും നാളെകളിൽ ഈ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാത്മീയായി മാറും, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു വാത്മീയായി മാറാൻ
കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് ഈ ഒരു അവസരം തന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് നിങ്ങൾ എന്റെ അറിവ് ഞാൻ പകരുക എന്നുള്ളതിനെ ഉപരിയായിട്ട് എന്റെ മനസ്സിലുള്ള എല്ലാ തോന്നലുകളും എനിക്കിത് തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുക്കി തന്നതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനിയും തുടർന്നും നമ്മൾക്ക് ഈ ഒരു യാത്രയിൽ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് സമ്പാദിക്കാം. അതിനുള്ള കഴിവും സാമർഥ്യവും അതിനുള്ള ഉൾക്കരുത്തും ദൈവം തമ്പുരാൻ നമ്മൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.